കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആംപ്ലിറ്റ്യൂഡ് ഞാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് വേവ് ഉണ്ടെങ്കിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ കൂടെ റിസൾട്ടന്റ് പറഞ്ഞല്ലേ. അപ്പൊ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A = A1 + A2. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഈ വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി ഓഫ് ദിസ് വേവ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. രണ്ട് വേവ് ഉണ്ട്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇതൊരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ ശ്രദ്ധിച്ചോട്ടാ. ഇതൊരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഇത് അടുത്ത വേവ്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണെങ്കിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ കിട്ടുന്ന ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ വേവ് കിട്ടും. ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സം ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ വേവ്. ഈ രണ്ട് വേവിന്റെയും ആംപ്ലിറ്റ്യൂഡിന്റെ സം ആയിരിക്കും നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടാൻ പോകും. ഓക്കെ, ഇനി ഈ വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി ഓഫ് ദിസ് വേവ്, ഈ കിട്ടുന്ന വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇന്റൻസിറ്റി, മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? A എന്ന് പറയുന്നത് A1 + A2 അല്ലേ. അപ്പൊ A1 + A2 the whole square and minimum intensity equal to A1 - A2 the whole square. ഇതുകൂടെ എഴുതി വെച്ചോട്ടാ. ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. Intensity is directly proportional to square of amplitude. Intensity is directly proportional to square of amplitude. And intensity I maximum equal to A1 + A2 the whole square and I minimum is equal to A1 - A2 the whole square. Okay, എഴുതിയാ? ഇനി നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പറയാം. എഴുതിയല്ലോ? അന്നിട്ട് എഴുതി കഴിഞ്ഞോ? ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. നമുക്ക് ഇതിന്റെ ആ ഫൈനൽ ഇക്വേഷൻ, അതായത് പാത്ത് ഡിഫറൻസിന്റെയും ഫ്രിഞ്ച് വിഡ്ത്തിന്റെയും ഇക്വേഷൻ മാത്രം മതി. എന്നാൽ ഞാൻ അത് എങ്ങനെയാ വന്നതെന്ന് ഞാൻ ഡെറിവേഷൻ ചെയ്ത് കാണിച്ചു തരാം. പഠിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലാസ്റ്റിന് കൺഫ്യൂഷൻ ആവരുത്. ഇത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാവണ്ടേ. അല്ലാതെ ജസ്റ്റ് നമ്മൾ എക്സ്പെരിമെന്റ് പഠിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നു എന്നുള്ള ഡെറിവേഷൻ നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുക്കാം. പഠിക്കണമെന്നില്ല, എക്സാമിനൊന്നും വരാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് സിലബസിൽ ഇല്ലല്ലോ, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്നാലും ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു തരും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്പോർട്ടന്റ് ആണ്, ഡിഫറൻസ് എഴുതാനുണ്ടാവും. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും നമുക്ക് അടുത്തത് പഠിക്കാനുണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എഴുതാനുണ്ട്. അപ്പൊ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഇതിന് മുമ്പ് നമ്മൾ പഠിച്ച ഒരു ഫിനോമിനൻ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്റർഫെറൻസ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ നമ്മൾ പഠിച്ചില്ലേ. ആ ഇന്റർഫെറൻസിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇന്റർഫെറൻസ് എന്താണെന്ന് മനസ്സിലായാലും നമുക്കൊരു പാറ്റേൺ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. ഒരു കൺസ്ട്രക്റ്റീവ് ഡാർക്ക് ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അതാണ് ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർഫെറൻസിനെ ബേസ് ചെയ്തിട്ട്, അതായത് നമുക്ക് ഇന്റർഫെറൻസ് കിട്ടാൻ പോകുന്നത്, ഇന്റർഫെറൻസ് പാറ്റേൺ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ആ പാറ്റേൺ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ എക്സ്പെരിമെന്റ് വഴിയാണ് നമുക്ക് ആ പാറ്റേൺ കിട്ടാൻ പോകുന്നത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സോഴ്സ് കൺസിഡർ ചെയ്യാം. ഒരു സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സോഴ്സ് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു ടോർച്ച് ആണെന്ന് വിചാരിക്കാം. എന്റെ ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഉണ്ട്. ശ്രദ്ധിക്കണേ, ആ പാറ്റേൺ എങ്ങനെയാ കിട്ടാൻ പോകുന്നത് എന്നാ പറയാൻ പോകുന്നത് ഈ എക്സ്പെരിമെന്റ് വഴി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതല്ലേ ഇത് എക്സ്പെരിമെന്റ് സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു ടോർച്ച് ആണെന്ന് വിചാരിക്കാം. എന്റെ മുമ്പിൽ ഒരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ രണ്ട് ഹോൾ ഉണ്ട്. ഓക്കെ, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്, സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിന് രണ്ട് ഹോൾ ഉണ്ട്. ശ്രദ്ധിക്കണം, രണ്ട് ഹോൾ. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സ്ക്രീനിന് രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ലൈറ്റ് ഈ ഹോളിലേക്കും പോകുന്നു, ലൈറ്റ് ഈ ഹോളിലേക്കും പോകുന്നു. ഓക്കെ ആയോ? ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ഇതിപ്പോ എന്ത് വേണമെങ്കിലും ഇമാജിൻ ചെയ്തു, ഒരു ടോർച്ച് ആയിട്ട് കൺസിഡർ ചെയ്തു.
അതിന് മുമ്പിൽ നമ്മൾ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ 2 ഹോൾ ഉണ്ട്. ദിസ് ഇസ് സ്ലിറ്റ് 1 ആൻഡ് ദിസ് ഇസ് സ്ലിറ്റ് 2. ഇത് സ്ലിറ്റ് 1 S1, ഇത് സ്ലിറ്റ് 2 S2. 2 സ്ലിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു സ്ക്രീനിലാണ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാനായിട്ടുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാ കണ്ടീഷൻ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? 3 കണ്ടീഷൻ പറഞ്ഞായിരുന്നു. കൊഹറന്റ് സോഴ്സ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഒരു സിംഗിൾ പാരന്റിൽ നിന്ന് തന്നെ ലൈറ്റ് സോഴ്സ് വരണം. അപ്പൊ ഇവിടെ നിന്ന് വരുന്നത് കണ്ടോ, നമ്മളിങ്ങനെ സ്ക്രീൻ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൊഹറന്റ് ആയിരിക്കും, സെയിം വേവ് ലെങ്ത് ആയിരിക്കും, ഫ്രീക്വൻസി ആയിരിക്കും, ഫേസ് ആംഗിൾ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടുന്നത് കൊഹറന്റ് സോഴ്സ് കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം, സ്മോൾ ഡി, അതായത് മില്ലിമീറ്റർ റേഞ്ചിലായിരിക്കണം. ഇനി പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? സ്ലിറ്റും ഈ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കണം, മീറ്ററിലെങ്കിലും അല്ല. അപ്പൊ ടോട്ടൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ ക്യാപിറ്റൽ ഡി ആയിട്ട് എടുത്തു. ഇനി നോക്കിക്കേ, ഇവിടെ നിന്നും ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ നിന്നും ലൈറ്റ് വരുന്നുണ്ട്. ഈ ലൈറ്റും കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു പോയിന്റിൽ വന്ന് നമുക്ക് ഇവിടെ ഒരു ബാൻഡ് കിട്ടും. ഓക്കെ, ഇവിടെ നിന്നും കമ്പൈൻ ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ബാൻഡ് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. നോക്കിക്കേ, ഈ 2 ഡിസ്റ്റൻസും S1O എന്ന് പറയുന്ന ഡിസ്റ്റൻസും S2O എന്ന് പറയുന്ന ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അവിടെ ഞാൻ സെന്ററിൽ കൂടെ ഒരു ലൈൻ വരക്കണേ, സ്കെയിൽ വെച്ച് കറക്റ്റ് ആയിട്ട് വരക്കണം. അപ്പൊ ഇത് D ആണ്, ടോട്ടൽ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? D/2. ഇത് നമുക്ക് D/2 ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബാൻഡ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഈ ഹോളിൽ നിന്ന് ഫസ്റ്റ് ഇവിടെ നിന്നും ലൈറ്റ് വന്ന് കമ്പൈൻ ചെയ്ത് ഇവിടെ നമുക്ക് ബാൻഡ് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ മാത്രമല്ല, വേറെ എവിടെയെങ്കിലും ബാൻഡ് ഇതുപോലെ കിട്ടാമല്ലോ. ഈ ഡയറക്ഷനിൽ തന്നെ വന്ന് ജോയിൻ ചെയ്യണമെന്നില്ല. നമുക്ക് ഇനി അടുത്തത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ബാൻഡ് കിട്ടാം. 2 കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഇവിടെ നിന്ന് വന്ന് ഇവിടെ നമുക്ക് കിട്ടി. സെക്കൻഡ് വൺ ഇവിടെ നിന്നും വന്ന് ഇവിടെ നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു ബാൻഡ് കിട്ടും. എന്താണ് ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്? എന്താ? ഇന്റർഫറൻസ് പാറ്റേൺ, അതായത് ഡാർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇല്ലേ, അതാണ് നമുക്ക് ഈ എക്സ്പെരിമെന്റ് വഴി ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് നോക്കിക്കേ, ഇത് ഞാൻ P എന്ന് കൊടുക്കണേ. ഈ സെന്ററിൽ നിന്ന്, അതായത് ഇതിന്റെ സെന്ററിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് X ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് നോക്കിക്കേ, S2P എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇത് നമ്മൾ ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. S1O ഈക്വൽ ടു S2O, S1Oയും S2Oയും ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഇനി ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നോക്കിക്കേ, S1Pയും S2Pയും ഈക്വൽ ആയിരിക്കും? ഇല്ല. S2P എന്ന് പറയുന്നത് എന്തായിരിക്കും? S2P is greater than S1P. മനസ്സിലാവുന്നുണ്ടോ? S2P എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതാണ്, S1P എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതാണ്. അപ്പോ S2P എന്ന് പറയുന്നത് S1P നെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ആണ്. ഇനി നമുക്കപ്പോ ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കണം. നോക്കിക്കേ, S2P ഗ്രേറ്റർ ദാൻ S1P. നമുക്ക് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കണം. സോ S2P മൈനസ് S1P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? പാത്ത് ഡിഫറൻസ് വന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ S2P മൈനസ് S1P. അതിനുവേണ്ടി നമുക്ക് നോക്കിക്കേ, S1P ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. S1P എന്ന് പറയുന്നത് S1P ഇതാണ് ഡിസ്റ്റൻസ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണേ. ഓക്കെ, അതിന് N എന്ന് കൊടുത്തു. S1P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചു. അപ്പോ S1 N എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചു. ഇനി ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തത്, കൺസിഡർ ട്രയാങ്കിൾ S1PN. ഈ ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ S1PN. S1PN എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് S1ന്റെ വാല്യൂ കിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല. കിട്ടിയ ഫിഗർ മനസ്സിലായി? അപ്പൊ നോക്കിക്കേ, S1P കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇതൊരു ട്രയാങ്കിൾ ആക്കി എടുത്തത്. ഈ ട്രയാങ്കിൾ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എടുക്കാമെങ്കിൽ നമുക്ക് S1P കിട്ടും. സോ S1P സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? S1N സ്ക്വയർ പ്ലസ് PN സ്ക്വയർ. ഓക്കെ, മനസ്സിലായോ? ഇനി നോക്കിക്കേ, S1P
സ്ക്വയർ ഈക്വൽ ടു S1n സ്ക്വയർ. S1n എന്ന് പറയുന്നത് എന്താ? ഈ ഡിസ്റ്റൻസ് അല്ലേ S1n എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് S1n എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. S1n എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ, ആ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ d എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് d സ്ക്വയർ എന്ന് കൊടുക്കാം പ്ലസ് tn സ്ക്വയർ. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കിക്കേ, ടോട്ടൽ ഡിസ്റ്റൻസ് x ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് x ആണ്. ഈ ഡിസ്റ്റൻസ് നോക്കിക്കേ, ഇത് d2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? x മൈനസ് d/2 the whole square. ഓക്കെ, അപ്പൊ നമുക്ക് S1p ഓക്കെ. ഇനി നമുക്ക് അതുപോലെ അടുത്തത് വേണ്ടതായ S2p. S2p കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, S2p ഇതാണ് S2p. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ച് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാനാണ്. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം S2p കണ്ടുപിടിക്കാൻ വേണ്ടി. ഇതിന് ഞാൻ M എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? S2p കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. സോ അതൊന്ന് പറഞ്ഞേ, കൺസിഡർ ട്രയാങ്കിൾ S2PM. ഇനി അതൊന്ന് പറഞ്ഞേ, S2p the whole square equal to S2m square plus PM square. ഓക്കെ, ഇനി S2m square എന്ന് പറയുന്നത് എന്താ? d square plus tm square എന്ന് പറയുന്നത് എന്താ? ഇത് d2 ആണ്, ഈ ഡിസ്റ്റൻസ് x ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? x plus d/2 the whole square. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് S2pയും S1pയും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ S2p സ്ക്വയർ മൈനസ് S1p സ്ക്വയർ ഈക്വൽ ടു, നോക്കിക്കേ, this is equation number 1 and this is equation number 2. d square plus x minus d/2. Sorry, S2p next. d square plus x plus d/2 the whole square minus d square plus x minus d/2 the whole square. Okay, ഇതിന്ന് നമുക്ക് നോക്കിയേ, d square ക്യാൻസൽ ചെയ്യാലോ. d square ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? x square plus 2x പറഞ്ഞ് 2x d/2 plus d/2 the whole square minus, നോക്കിക്കേ, x square minus 2x d/2 plus d/2 the whole square. Okay, ഇതിന്ന് നമുക്ക് ഈ x square ക്യാൻസൽ ചെയ്യാലോ. x square ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. ഇനി നോക്കിക്കേ, d/2 ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് xd plus xd. അപ്പൊ എന്ത് വരും? 2xd എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിയിട്ടില്ല. അതിന് മുമ്പ് നോക്കിക്കേ, S2p സ്ക്വയർ മൈനസ് S1p സ്ക്വയർ ആണ് നമുക്ക് 2xb എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇത്ര എഴുതിക്കേ. ഇല്ല, ഡെറിവേഷൻ ഇല്ല, മനസ്സിലാക്കണമെങ്കിൽ എഴുതി വെച്ചാൽ അതല്ലേ, കുഴപ്പമില്ല. ഡെറിവേഷൻ ഇല്ല, വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവണല്ലോ, അതുകൊണ്ടൊന്നും ചെയ്യുന്നേ ഉള്ളൂ. പാത്ത് ഡിഫറൻസ് അതായത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇവിടെ എഴുതിക്കോട്ടെ, പ്രശ്നമില്ലല്ലോ, കൺഫ്യൂഷൻ ആവില്ലല്ലോ. ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കില്ലേ, എന്തായാലും ഡെറിവേഷൻ എക്സാമിന് വരില്ല എന്ന് പറയുമ്പോൾ പിന്നെ കാര്യത്തിലൊന്നും നോക്കൂലല്ലോ. ഓക്കെ, ഇനി നോക്കിയാൽ S2p സ്ക്വയർ മൈനസ് S1p സ്ക്വയർ ഈക്വൽ ടു 2xb. അല്ല, ജസ്റ്റ് ഇത് എക്സ്പെരിമെന്റ് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന അതാണ് S1p. ഈ ഒരു ഡിസ്റ്റൻസിന്റെ പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ഇവിടെ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? ആ പാറ്റേണിന്റെ പേരെന്താ? ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടും. ബ്രൈറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അതിന്റെ ഫ്രിഞ്ച് വിഡ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ S2p സ്ക്വയർ മൈനസ് S1p സ്ക്വയർ ഈക്വൽ ടു 2xb. ഇനി നമുക്ക് ഇതിനെ നമുക്ക് S2p മൈനസ് S1p, S2p പ്ലസ് S1p ഈക്വൽ ടു 2xb. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ S2p is approximately equal to d and S1p is approximately equal to d. S2p എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ d നോട് ഇക്വലന്റ് ആക്കി. അതുപോലെ തന്നെ S1p എന്ന് പറയുന്ന ഡിസ്റ്റൻസും d നോട് ഇക്വലന്റ് ആക്കി. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം.
S2Pയുടെ പ്ലേസിൽ അപ്പൊ എന്ത് വരും? ഇവിടെ എന്ത് വരും? D. D plus D into ഇവിടെ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണെങ്കിലും പറയാമോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിക്കേ 1.03 മൈനസ് 1.02 ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.05 അല്ലെങ്കിൽ ഇപ്പൊ 2.04 ആണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 എന്ന് പറഞ്ഞെടുക്കാൻ പറ്റും ആഡ് ചെയ്യുമ്പോൾ. പക്ഷെ സബ്ട്രാക്ട് ചെയ്യണ കേസ് ആണെന്ന് വിചാരിച്ചു നോക്കിയേ. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ 0.01 ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ എഴുതി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ഇതിനാണ്. D plus D equal to 2xd S2P minus S1P into 2D equal to 2xd 2 cancel S2P minus S1P equal to xd by d ഇതാണ് നമുക്ക് കിട്ടുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചോ. പഠിക്കാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കും. പാത്ത് ഡിഫറൻസ് കിട്ടിയത് നമുക്ക് ഉണ്ട്. മെയിൻ ഇക്വേഷനിലേക്ക് എത്തിയിട്ടില്ല. ജസ്റ്റ് പാത്ത് ഡിഫറൻസ് ആണ് ഇപ്പൊ കിട്ടിയത്. ഫിഗർ എന്തായാലും വരച്ചു വെച്ചേക്കും. ഫിഗർ ഒക്കെ വേണ്ടതാണ്. ഫിഗർ വരച്ച് നമുക്ക് ഇക്വേഷൻ വേണ്ടതാ. ജസ്റ്റ് എഴുതിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിക്കും. മനസ്സിലാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലാക്കി ഇത് ശ്രദ്ധിച്ചായിരുന്നു ആരെങ്കിലും? അതിനകത്ത് ആഗ്രഹം ഒരിക്കും. സൗരഭ് ഗൗരി ക്യാമറ ഓൺ ചെയ്ത് ഡെറിവേഷൻ ഒന്നും എഴുതാതിരിക്കണവരില്ലേ? ആ ഫിഗർ വരച്ചിട്ട് പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ എഴുതി വെക്കാം. അത് വേണ്ടല്ലോ. ഫുള്ള് വേണ്ടെന്നല്ല. ഡെറിവേഷൻ ചെയ്ത് ഇവിടെ എത്തിയത് വേണ്ടെന്നാ ഉദ്ദേശിച്ചത്. ഇത് വേണം. S2P minus S1P equal to xd by d. ഇതാണ് പാത്ത് ഡിഫറൻസിന്റെ ഫോർമുല. പാത്ത് ഡിഫറൻസ് ആണ് നമുക്ക് ഫ്രിഞ്ച് വിട്ട് പോയി നോക്കാൻ. അതെല്ലാം
തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇനി മാക്സിമത്തിന്റെയും മിനിമത്തിന്റെയും കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് വേണ്ട ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഇത്ര എഴുതി വെച്ചു. എക്സ്പെരിമെന്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കണോട്ടോ. നമുക്കിവിടെ പാറ്റേൺ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് നമ്മൾ 2 സ്ലിറ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കിവിടെ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. പാറ്റേൺ കിട്ടുന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിരുന്നു. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കട്ടോ. അതിലേക്കാ വരുന്നത് ആയിട്ടില്ല. മാക്സിമം മിനിമം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ തന്നെ കിട്ടും. xd/d = n lambda x is equal to അങ്ങനെ കിട്ടിയില്ലേ? xd/d = n lambda x is equal to n lambda ഇതല്ലേ? അതിലേക്ക് എത്തുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത്ര എഴുതിയാ ഈ ഇക്വേഷൻ ഒന്ന് എഴുതിക്കുക. ബാക്കി നമുക്ക് നോക്കാം. അത്ര എഴുതിയില്ലേ? ഇനി നമ്മൾ 2 കേസാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. കണ്ടീഷൻ ഫോർ മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ എന്ന് പറയുമ്പോൾ അവിടെ ഏത് ബാൻഡ് ആയിരിക്കും വരുന്നത്? ബ്രൈറ്റ് ബാൻഡ്. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്റ്റീവ് ആയിരിക്കും ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും? കൺസ്ട്രക്റ്റീവ്. ഇനി മിനിമ എന്ന് പറയുമ്പോ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും വരുന്നത്. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. പിന്നെ മിനിമത്തിന്റെ കണ്ടീഷൻ മിനിമ എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത് ഡാർക്ക് ബാൻഡ് ആയിരിക്കും വരുന്നത്. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് മാക്സിമത്തിന്റെ കണ്ടീഷൻ ഫോർ മാക്സിമ അത് എഴുതി വെച്ചോട്ടെ. കണ്ടീഷൻ ഫോർ മാക്സിമയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ എക്സ്പെരിമെന്റിലെ മാക്സിമയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് n ലാംഡ. ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. എങ്ങനെ വരുന്നതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കണ്ടീഷൻ ഫോർ മാക്സിമ യങ്സ് ഡബിൾ സ്ലിറ്റ് ആണ്. സിംഗിൾ സ്ലിറ്റിൽ നേരെ തിരിഞ്ഞു വരും. അതുകൊണ്ട് കണ്ടീഷൻ ഫോർ മാക്സിമ ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഇസ് n ലാംഡ. സോ നമുക്ക് പാത്ത് ഡിഫറൻസിനോട് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് xd/d = മാക്സിമ എന്ന് പറയുമ്പോൾ ആലോചിക്കുക ഏതായിരിക്കും? ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് മീൻ ചെയ്യുന്നത്. ബ്രൈറ്റ് ബാൻഡ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അപ്പൊ xd/d = n ലാംഡ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? x is equal to n lambda d/d. ഓക്കെ, n lambda d/d എന്നും പറഞ്ഞ് എഴുതി. ഇനി നമുക്ക് കണ്ടീഷൻ ഫോർ മിനിമ. കണ്ടീഷൻ ഇതാണ് ബോക്സ് ചെയ്യേണ്ടത്. കണ്ടീഷൻ ഫോർ മിനിമ എന്ന് പറയുമ്പോൾ 2n-1 λ/2. ഇതാണ് മിനിമയുടെ കണ്ടീഷൻ. മിനിമ എന്ന് പറയുമ്പോൾ അവിടെ ഏത് ബാൻഡ് ആയിരിക്കും വരുന്നത്? ഡാർക്ക് ബാൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അപ്പൊ ഇതാണ് മിനിമയുടെ കണ്ടീഷൻ. ഇനി നമുക്ക് പാത്ത് ഡിഫറൻസിനോട് ഇത് ഇക്വേറ്റ് ചെയ്യാം. xd/d = 2n-1 λ/2. So x is equal to എങ്ങനെ വരും? 2n-1 λd divided by 2d. ഓൺലൈനിലേക്ക് മൈക്ക് ഓക്കെ ഇനി എന്തേ ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടീഷൻ ഫോർ മാക്സിമം കിട്ടി, കണ്ടീഷൻ ഫോർ മിനിമം കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കണ്ടീഷൻ ഫോർ മാക്സിമം എന്ന് പറയുമ്പോൾ നോക്കിക്കേ ബ്രൈറ്റും കണ്ടീഷൻ ഫോർ മിനിമ എന്ന് പറയുമ്പോൾ ഡാർക്ക് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഫ്രിഞ്ച് വിട്ട് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫ്രിഞ്ച് വിട്ട്
ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ഓർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഇങ്ങനെയാന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഒരു പാറ്റേൺ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അപ്പോ ഇത് ബ്രൈറ്റ് ആണെന്ന് വിചാരിക്കുക. ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഏതാ വരുന്നത്? കൺസ്ട്രക്റ്റീവ്. ഇനി ഇത് ഡാർക്ക് ആണെന്ന് വിചാരിക്കുക. ഡാർക്ക് ആകുമ്പോൾ അവിടെ ഏതാ വരുന്നത്? ഡിസ്ട്രക്റ്റീവ്. അപ്പൊ ബ്രൈറ്റ് ഡാർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ ഒരു ബ്രൈറ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, ഇവിടെ കിട്ടിയതും ബ്രൈറ്റ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയാ. അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, അടുത്തടുത്ത് വരുന്ന ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫ്രിഞ്ച് വിഡ്ത്ത്. ഓക്കെ, അപ്പൊ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രൈറ്റ് ബാൻഡിന്റെ ഇക്വേഷൻ ഏതായിരുന്നു നമുക്ക് കിട്ടിയത്? മാക്സിമം കൊടുത്തപ്പോഴല്ലേ നമുക്ക് ബ്രൈറ്റിന്റെ ഇക്വേഷൻ കിട്ടിയത്. മാക്സിമം എന്ന് പറയുമ്പോൾ എന്താ? കൺസ്ട്രക്റ്റീവ്, അതാണ് ബ്രൈറ്റ്. അപ്പൊ കൺസ്ട്രക്റ്റീവിന്റെ ഇക്വേഷൻ കിട്ടിയത് x ഈക്വൽ ടു n ലാംഡ d/d. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇതിന്റെ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഇതിന്റെ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അടുത്തത് ബ്രൈറ്റ് ആണെങ്കിൽ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ ബ്രൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡാർക്ക് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ x = n ലാംഡ d/d. ഇവിടെ നമുക്ക് n = 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ x1 = ലാംഡ d / d എന്ന് വന്നു. then x2 = 2 ലാംഡ d / d എന്ന് വന്നു. then x3, ഇതൊക്കെ വേണ്ടതാണ് കേട്ടോ, ഇതൊക്കെ നോക്കിക്കോ. x3 = 3 ലാംഡ d / d എന്ന് വന്നു. ഇനി x4 എന്ന് പറയുമ്പോൾ എന്ത് വരും? അപ്പൊ 4 ലാംഡ d / d. ഇനി ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ബാൻഡ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? x2 - x1 ദാറ്റ്സ് ഈക്വൽ ടു x2ന്റെ വാല്യൂ എന്താ? 2 ലാംഡ d / d മൈനസ് ലാംഡ d / d. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലാംഡ d / d. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടിയത്. ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ബീറ്റ ഈക്വൽ ടു x3 - x2. x3 - x2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 3 ലാംഡ d / d മൈനസ് 2 ലാംഡ d / d ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ d / d. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഈ ഫ്രിഞ്ച് വിഡ്ത്ത് ബ്രൈറ്റ് ബാൻഡിന്റെ എല്ലാം ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് എന്തായിട്ടാ കിട്ടിയത്? സെയിം ആയിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഡ്ത്ത് വരുന്നതെല്ലാം സെയിം തന്നെയാണ്. ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് x4 x5 ഒക്കെ കണ്ടുപിടിച്ച് നോക്കിയാലും അതിന്റെ ഡിഫറൻസ്, ആ വിഡ്ത്ത് വരുന്നത് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അടുത്തടുത്ത് വരുന്ന രണ്ട് ബ്രൈറ്റ് ബാൻഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ആ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ലാംഡ d/d ആണ്. ഇനി അടുത്തത് ഇത് തമ്മിലുള്ളത് നോക്കിയാലും നമുക്ക് കിട്ടുന്നത് ലാംഡ d/d തന്നെ ആയിരിക്കും. അടുത്തത് ഇനി ഇത് ഡാർക്ക് ആണെങ്കിൽ ഇത് ബ്രൈറ്റ്, n = 4 ആണെങ്കിൽ ഇത് തമ്മിലുള്ള വിഡ്ത്തിന്റെ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് ലാംഡ d/d തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇത് കണ്ടുപിടിച്ചു. അടുത്ത നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ബ്രൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡാർക്ക് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഡാർക്ക് തമ്മിലുള്ള ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഡാർക്കിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? ഡാർക്ക് ബാൻഡിന്റെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് x = 2n - 1 ലാംഡ d / 2d. ഓക്കെ, ഇവിടെ നമുക്ക് n-ന്റെ പ്ലേസിൽ നമുക്ക് 1 ഇട്ട് കൊടുക്കാം. സോ x1 = 2 × 1 - 1 ലാംഡ d / 2d. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലാംഡ d / 2d. then x2 = 2 × 2 4 4 - 1 3 ലാംഡ d / 2d. ഇനി x3 = എങ്ങനെ വരും? 5 ലാംഡ d / 2d. അടുത്തത് x4 എന്ന് പറയുമ്പോൾ 7 ലാംഡ d / 2d. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എന്ത് കാണണം? ഫ്രിഞ്ച് വിഡ്ത്ത് കാണണം. ഫ്രിഞ്ച് വിഡ്ത്ത് കാണണമെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെ. ബീറ്റ ഈക്വൽ ടു x2 - x1. x2 - x1 എന്ന് പറയുമ്പോൾ x2ന്റെ വാല്യൂ എന്താണ്? 3 ലാംഡ d / 2d മൈനസ് x1ന്റെ ഇക്വേഷൻ എന്താണ്? ലാംഡ d / 2d. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ലാംഡ d / 2d. 2 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി നിൽക്കും നമുക്ക് കിട്ടുന്നത് ലാംഡ d / d. ഇനി നമുക്ക് അടുത്ത
രണ്ടെണ്ണം വേണേ കൺസിഡർ ചെയ്ത് നോക്കാം. ബീറ്റ ഈക്വൽ ടു x3 മൈനസ് x2. x3യുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 5 ലാംഡ ഡി ഡിവൈഡഡ് ബൈ 2d മൈനസ് x2ന്റെ കിട്ടിയിരിക്കുന്നത് 3 ലാംഡ ഡി ഡിവൈഡഡ് ബൈ 2d. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 ലാംഡ ഡി ഡിവൈഡഡ് ബൈ 2d. 2 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാംഡ ഡി ഡിവൈഡഡ് ബൈ d. അപ്പൊ നോക്കിക്കേ, രണ്ട് ബ്രൈറ്റ് ബാൻഡ് തമ്മിലുള്ള ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് കിട്ടിയത് എത്രയാണ്? ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി. ഇനി രണ്ട് ഡാർക്ക് ബാൻഡ് തമ്മിലുള്ള ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് കിട്ടിയത് എത്ര തന്നെയാ? ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇന്റർഫറൻസ് പാറ്റേണിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിട്ടുള്ള ഒരു വേവ് വരക്കുമ്പോൾ സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഇത് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എഴുതിയെടുത്തു. ഇവിടെ തൊട്ട് വേണ്ടതാണ്, ഇവിടെ തൊട്ട് വേണം. കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്തു. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഞാൻ ഇത് കാണിച്ചു തന്നതാണ്, എങ്ങനെയാണ് അത് സെയിം തന്നെ വരുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തു പോയത്. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇക്വേഷൻ, ഞാൻ ഈ ടിക്കിട്ടിരിക്കുന്ന ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ബീറ്റയുടെ വാല്യൂ നമുക്ക് ഫൈനലി കിട്ടുന്നത് ഇത്, അതുപോലെ തന്നെ ബീറ്റയുടെ വാല്യൂ ഇവിടെ ഫൈനലി കിട്ടുന്നത് ഇത്. ഈ ഇക്വേഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇതെങ്ങനെയാണ് വരുന്നത്, ആ ഇന്റൻസിറ്റി എല്ലാം സെയിം ആയിട്ട് വരുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത്. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? എല്ലാ ഇന്റൻസിറ്റി, ബ്രൈറ്റ് ബാൻഡിന്റെയും അതുപോലെ തന്നെ ഡാർക്ക് ബാൻഡിന്റെയും എല്ലാത്തിന്റെയും ഇന്റൻസിറ്റി, ഓൾ ദ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബ്രാഞ്ചസ് ആർ ഇൻ ദ സെയിം ഇന്റൻസിറ്റി. മര്യാദ കുറെ ഇത് എഴുതി കഴിഞ്ഞില്ലേ? മായ്ച്ചോട്ടെ. ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഒന്ന് ബോക്സ് ചെയ്തിട്ട് ഇക്വേഷൻ.
മെറ്റീരിയലുള്ള ഫിഗർ നോക്കിയാൽ മതി. ആ ജസ്റ്റ് ഫിഗർ നോക്കിയാൽ മതി. ഞാൻ വരച്ച് കാണിക്കുന്നത് അതേ കണ്ടില്ലേ, ഈ ഫിഗർ കണ്ട ഇന്റൻസിറ്റി എല്ലാം സെയിം ആണ്. അതാണ് നമ്മളിപ്പോ വിത്തിന്റെ കേസിൽ നമ്മൾ ചെയ്ത് കാണിച്ചപ്പോ നോക്കിക്കേ, മാക്സിമത്തിന്റെ മിനിമത്തിന്റെ എല്ലാ ഇക്വേഷൻ ഫ്രിഞ്ച് വിട്ട് എല്ലാം നമുക്ക് എന്തായിട്ടാ കിട്ടിയത്? സെയിം ആയിട്ടല്ലേ കിട്ടിയത്. കൺസ്ട്രക്റ്റീവിന്റെയും ഡിസ്ട്രക്റ്റീവിന്റെ എല്ലാം നമുക്ക് കിട്ടിയത് സെയിം ആയിട്ട്. അപ്പൊ ഇന്റൻസിറ്റി നോക്കിക്കേ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, സെയിം ആയിട്ട് തന്നെ പോകും. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടീഷൻ ഒക്കെ എടുത്തതല്ലേ, ഫ്രിഞ്ച് വിട്ട്, ഇനി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഡൈഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്റർഫറൻസ് ആ ഒരു ടോപ്പിക് കഴിഞ്ഞതാണ്. ഇന്റർഫറൻസ് പഠിച്ചു. ഇന്റർഫറൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒറ്റ എക്സ്പെരിമെന്റ് ആയിരുന്നു പഠിക്കാനുള്ളത്. അത് ഏതായിരുന്നു? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഓക്കെ അല്ലേ? ഇന്റർഫറൻസിനെ ബേസ് ചെയ്ത് വരുന്നതാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, മാറിപ്പോരുത്. സെക്കൻഡ് വൺ ഇസ് ഡൈഫ്രാക്ഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സെന്റൻസ് എഴുതിക്കോ. ഡൈഫ്രാക്ഷൻ ഇസ് ദ ബെൻഡിങ് ഓഫ് വേവ്. ഡൈഫ്രാക്ഷൻ ഇസ് ദ ബെൻഡിങ് ഓഫ് വേവ് diffraction is the bending of wave on the corners of opening, on the corners of opening, on the corners of opening, having its dimension, on the corners of opening, having its dimension comparable to the wavelength, comparable to the wavelength of the wave, comparable to the wavelength of the wave or source. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് വായിച്ചപ്പോ എന്ത് തോന്നി? ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വേവിന്റെ ബെൻഡിങ് ആണ് പറയുന്നത്. ആ സെന്റൻസ് തന്നെ ആകെ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. വാട്ട് ഈസ് ഡൈഫ്രാക്ഷൻ, അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ സെന്റൻസ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു പോകുക. ഡൈഫ്രാക്ഷൻ ഇസ് ദ ബെൻഡിങ് ഓഫ് വേവ്, വേവിന്റെ ഒരു ബെൻഡിങ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. എപ്പോൾ ആ സെന്റൻസ് ഒന്ന് വായിച്ചേ? ഡൈഫ്രാക്ഷൻ ഇസ് ദ ബെൻഡിങ് ഓഫ് വേവ്. വായിച്ചേ? അറൌണ്ട് ദ കോർണേഴ്സ് ഓഫ് ഓപ്പണിംഗ്, ഹാവിംഗ് ഇറ്റ്സ് ഡയമെൻഷൻ കമ്പാരബിൾ ടു ദ വേവ് ലെങ്ത് ഓഫ് ദ സോഴ്സ്. അതായത് ഡൈഫ്രാക്ഷൻ നടക്കുമ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ ആണ് പറയുന്നത്. നമുക്കൊരു സോഴ്സ് ഉണ്ട്. ഓക്കെ, ആ സോഴ്സിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ടോർച്ചാണ് അടിക്കുന്നതെന്ന് വിചാരിക്കുക, അതിനൊരു വേവ് ലെങ്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തിനായാലും ഒരു വേവ് ആണെങ്കിൽ അതിനൊരു വേവ് ലെങ്ത് ഉണ്ട്. അപ്പൊ എന്റെ സോഴ്സിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഞാനിപ്പോ ടോർച്ച് അടിക്കുന്നു, ഇവിടെ ഒരു ബുക്കാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ ടോർച്ചിന്റെ വേവ് ലെങ്ത്, എന്റെ ടോർച്ച് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആ ബുക്കിന്റെ സൈസിനോട് കമ്പാരബിൾ ആണെങ്കിൽ അവിടെ ഡൈഫ്രാക്ഷൻ നടക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന എന്ത് സോഴ്സും ആയിക്കോട്ടെ, എന്ത് സോഴ്സ് ആയാലും അതിന്റെ വേവ് ലെങ്ത്, ആ സോഴ്സിന് വേവ് ലെങ്ത് ഉണ്ടാവുമല്ല, ആ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന ഒബ്സ്റ്റാക്കിൾ ഏതാണോ അല്ലെങ്കിൽ ഒബ്ജക്ട് ഏതാണോ അതിന്റെ സൈസിനോട് കമ്പാരബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷനോട് കമ്പാരബിൾ ആയിരുന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഡൈഫ്രാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് പറയുമ്പോൾ ജസ്റ്റ് ബെൻഡിങ് ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ കണ്ടീഷൻ കൂടി സ്പെസിഫൈ ചെയ്ത് പറയുക. വേവ് ലെങ്ത് ഓഫ് ദ സോഴ്സ് ഇസ് കമ്പാരബിൾ ടു ദ ഡയമെൻഷൻ ഓഫ് ദ ഒബ്ജക്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോർച്ചിന്റെ കേസ് ഫ്രണ്ടിൽ ഒരു ബുക്കാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ടോർച്ചിന്റെ വേവ് ലെങ്ത്തും ഈ ബുക്കിന്റെ സൈസും കമ്പാരബിൾ ആയിരിക്കുമോ? അല്ല. ഇപ്പൊ ടോർച്ചിന്റെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും. അപ്പൊ അതുപോലത്തെ ഒബ്ജക്ട് തന്നെ ആയിരിക്കണം. ഇപ്പൊ ബുക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡയമെൻഷൻ ഉള്ള സൈസ് ഉള്ള ഒരു ഒബ്ജക്റ്റാ. അപ്പൊ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സോഴ്സിന്റെ വേവ് ലെങ്തിനോട് കമ്പയർ ചെയ്യാനാണെങ്കിൽ ആ ബുക്കിന്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡൈഫ്രാക്ഷൻ നടക്കൂ? ഇല്ല. ഞാൻ പറഞ്ഞ കേസിൽ ഡൈഫ്രാക്ഷൻ നടക്കില്ല. സൈസ് കമ്പാരബിൾ ആയിരിക്കണം. ഒറ്റ ഡെഫിനിഷൻ മതി. സൈസ് എന്തായിരിക്കണം? കമ്പാരബിൾ ആയിരിക്കണം. വേവ് ലെങ്ത് ഓഫ് ദ സോഴ്സ് ഇസ് കമ്പാരബിൾ വിത്ത് ഡയമെൻഷൻ ഓഫ് ദ ഒബ്ജക്ട്. അപ്പൊ ബുക്കാണ് ഇവിടെ വെക്കുന്നതെങ്കിൽ ഡയഫ്രാക്ഷൻ നടക്കില്ല. അപ്പുറത്തുള്ള സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ബുക്കിന്റെ ഒരു ജോമെട്രിക്കൽ ഷാഡോ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഷാഡോ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടോർച്ച് ഒരു ഒബ്ജക്റ്റിലേക്ക് അടിക്കുന്നു, ബുക്കല്ല എന്തെങ്കിലും ഒബ്ജക്റ്റ് ആയിക്കോട്ടെ അതിലേക്ക് അടിക്കുന്നു, സ്ക്രീനിൽ നമുക്ക് ഷാഡോ കാണാൻ പറ്റും. അപ്പൊ അവിടെ ഡയഫ്രാക്ഷൻ നടക്കുന്നില്ല. ഡയഫ്രാക്ഷൻ നടക്കാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? ഷാഡോ കിട്ടുന്നത്. ഇനി ഡയഫ്രാക്ഷൻ ആണ് നടക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഡയഫ്രാക്ഷൻ കിട്ടണമെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഒരു ലേസർ സോഴ്സ് ആണെന്ന് വിചാരിക്കുക. കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ഒരു ലേസർ സോഴ്സ് ആണ് എന്റെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ അപ്പൊ എങ്ങനത്തെ ഒബ്ജക്റ്റ് വേണം? എന്റെ ലേസർ സോഴ്സിന്റെ വേവ് ലെങ്തിനോട് കമ്പാരബിൾ ആയിട്ടുള്ള ഡയമെൻഷൻ ഉള്ള ഒബ്ജക്റ്റ് വേണം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഒരു ത്രെഡ് എടുക്കാന്ന് വിചാരിക്കും. ഒരു
ത്രെഡ് എന്ന് പറയുമ്പോൾ ഏകദേശം കമ്പാരബിൾ ആയിരിക്കും. ഞാൻ ഭയങ്കര ചെറിയ വേവ് ലെങ്ത് ഉള്ള ഒരു ലേസർ സോഴ്സ് ആണ് ഞാൻ കയ്യിൽ എടുത്തിരിക്കുന്നത്. ത്രെഡ് എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും കമ്പാരബിൾ ആണ്. അപ്പൊ അവിടെ എന്ത് നടക്കും? ഡയഫ്രാക്ഷൻ നടക്കും. അപ്പൊ ഡയഫ്രാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇതെന്റെ സോഴ്സ് ആണ്, എന്റെ ലേസർ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ത്രെഡ് ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വേവ് ലെങ്ത്തും ഇതിന്റെ സൈസും കമ്പാരബിൾ ആയി. അപ്പൊ നമുക്ക് ഡയഫ്രാക്ഷൻ കിട്ടും. ഡയഫ്രാക്ഷൻ കിട്ടാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ സെന്റർ മാത്രം മാക്സിമം ആയിട്ട് വരും. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ത്രെഡിന്റെ ഇമേജ്, നമുക്ക് ഇവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇതൊരു സ്ക്രീൻ ആണെന്ന് വിചാരിക്കുക. ശരിക്കും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പാറ്റേൺ കാണാൻ പറ്റും. ഇന്റർഫറൻസിന്റെ ഒരു വീഡിയോ ഒക്കെ ജസ്റ്റ് എടുത്ത് നോക്കട്ടെ, നല്ല രസം, അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ പറയുന്നത് പോലെ ഇപ്പൊ എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കാണാൻ നല്ല ഭംഗിയാണ് ആ പാറ്റേൺ കിട്ടുന്നത്. ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ആ പാറ്റേൺ അത് നമുക്കിപ്പോ ജസ്റ്റ് തിയറി മാത്രം മതി. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കുമ്പോൾ, ഇനി ഫിസിക്സ് ആരെങ്കിലും കൂടുതലായിട്ട് ഫിസിക്സിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ശരിക്കും ഈ പറഞ്ഞ പാറ്റേൺ ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഈ പ്രിസത്തിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യുന്നതൊക്കെ നല്ല രസമൊക്കെ കാണാൻ പറ്റും. അതൊക്കെയാണ് കുറച്ച് ഫിസിക്സിൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ടൈം കിട്ടുമ്പോൾ യൂട്യൂബിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് ജസ്റ്റ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. നമുക്ക് എന്നാലും ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു സോഴ്സ്, ഒരു ത്രെഡ്, രണ്ടിന്റെയും സൈസ് കമ്പാരബിൾ ആയതുകൊണ്ട് എന്ത് നടക്കും? ഡയഫ്രാക്ഷൻ നടക്കും. അതർവൈസ് ഡയഫ്രാക്ഷൻ നടന്നില്ല എങ്കിൽ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കിട്ടാൻ പോകുന്ന എന്തായിരിക്കും? ഷാഡോ. അങ്ങനെയാണ് നമ്മളിപ്പോ സാധാരണ നമ്മൾ ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റിന്റെ ഷാഡോ കിട്ടില്ലേ? അവിടെ ഡയഫ്രാക്ഷൻ നടക്കുന്നില്ല. ഡയഫ്രാക്ഷൻ നടക്കുവാണെങ്കിൽ എക്സാക്ട് നമുക്ക് ഇമേജ് കിട്ടും. പക്ഷെ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഈ ത്രെഡിന്റെ ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ സെന്റർ പോർഷൻ മാത്രം കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ത്രെഡ് തന്നെ നമുക്ക് ഈ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ ഈ സെന്റർ പോർഷൻ, അതായത് ലൈറ്റ് വരുന്ന ഈ പോർഷൻ, അത് കുറച്ച് ബൾജ് ചെയ്തിരിക്കും. അതായത് കുറച്ച് അത് നമുക്ക് നല്ല ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റും. ബാക്കിയെല്ലാം ലൈറ്റ് ആയിട്ട് കുറച്ച് റെഡ് കളർ, ഇപ്പൊ ഇതൊരു റെഡ് കളറിലെ ത്രെഡ് ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഈ പോർഷൻ നല്ല ഡാർക്ക് റെഡ് ആയിട്ട് കാണാൻ പറ്റും. ബാക്കിയെല്ലാം ലൈറ്റ് ആയിട്ട് ഇതേ വിട്ടിൽ തന്നെ ഇരിക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഡയഫ്രാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഷാഡോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന, അതായത് ഡയഫ്രാക്ഷനിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്, കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് സെന്ററിൽ മാക്സിമം ആയിരിക്കും. സെന്ററിലുള്ള ബാൻഡ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ബാക്കിയെല്ലാം ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് എന്തിൽ കിട്ടുന്നത്? ഡയഫ്രാക്ഷനിൽ കിട്ടുന്നത്. നേരെ തിരിച്ച് ഇന്റർഫറൻസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഇന്റർഫറൻസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും കിട്ടുന്നത് പാറ്റേൺ? സെന്ററിൽ മാത്രമേ നമുക്ക് ബാൻഡ് കിട്ടുള്ളൂ? ഇല്ല, എല്ലായിടത്തും കിട്ടും. അത് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? സൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞ, ഇവിടെ മാത്രം ബൾജ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ലല്ല, എല്ലാം സെയിം സൈസിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന പാറ്റേൺ. കറക്റ്റ്, പെർഫെക്റ്റ്, ഒരു വ്യത്യാസം ഉണ്ടാവാത്ത രീതിയിലായിരിക്കും നമുക്ക് പാറ്റേൺ കിട്ടുന്നത്. ബ്ലാക്ക്, വൈറ്റ്, ആ സൈസ് വരെ, ഞാനിപ്പോ വരക്കുന്ന രീതിയിലല്ല, സൈസ് വരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. ഇനി ഇങ്ങനെയല്ല, നമുക്കിപ്പോ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടും. അത് പെർഫെക്റ്റ് ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഡയഫ്രാക്ഷന്റെ കേസിൽ നോക്കുമ്പോൾ സെന്ററിൽ മാത്രം മാക്സിമം, ബാക്കി എല്ലാം ഇന്റൻസിറ്റി കുറഞ്ഞിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫറൻസ്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും, ഡിഫറൻസ് ബിറ്റ്വീൻ ഡയഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫറൻസ്. ഓക്കെ, അപ്പൊ ഡയഫ്രാക്ഷൻ ക്ലിയർ ആയില്ലേ? ഡയഫ്രാക്ഷന്റെ കണ്ടീഷൻ എന്താണ്? ബെൻഡിങ് ഓഫ് വേവ് when the wavelength of the source is comparable with the dimension of the or എന്താ പറയാ size of the object. ഓക്കെ അല്ലേ? സംഭവം മനസ്സിലായോ ഡയഫ്രാക്ഷൻ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡയഫ്രാക്ഷനെ ബേസ് ചെയ്ത് വരുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇന്റർഫറൻസ് പഠിച്ചു, അതിന് പഠിച്ച എക്സ്പെരിമെന്റ് ഏതാ? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. നെക്സ്റ്റ് വൺ ഇസ് ഡയഫ്രാക്ഷൻ, അതിന് നമ്മൾ പഠിക്കുന്നത് യങ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറ്റേത് ഡബിൾ സ്ലിറ്റ് ആയിരുന്നു, ഇവിടെ എന്താ വരുന്നത്? സിംഗിൾ സ്ലിറ്റ്. ഡയഫ്രാക്ഷൻ എഴുതിയതല്ലേ? ഓക്കെ, ഇനി അടുത്തത് യങ്സ് സിംഗിൾ സ്ലിറ്റ് ഡയഫ്രാക്ഷൻ. ഓക്കെ, യങ്സ് സിംഗിൾ സ്ലിറ്റ് ഡയഫ്രാക്ഷൻ. ഇതിൽ ഞാൻ തിയറി ചെയ്ത് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം പറഞ്ഞുതരാം. ഇനി ഫുള്ള് അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി എല്ലാവരും വെറുതെ ഇരിക്കുള്ളൂ. അപ്പൊ നമുക്ക് യങ്സ് സിംഗിൾ സ്ലിറ്റ് ഡയഫ്രാക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ സിംഗിൾ സ്ലിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലായി? നമ്മൾ വെക്കുന്ന സ്ക്രീനിന് ഒരൊറ്റ ഹോളോ ഉള്ളൂ, മറ്റേതിന് എന്താ ഉണ്ടായിരുന്നു? 2 ഹോൾ. അപ്പൊ ഡിഫറൻസ് എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഈ 2 എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ഡയഫ്രാക്ഷനും ഇന്റർഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തിന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം? ഈ എക്സ്പെരിമെന്റ്സിന്റെ ബേസിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ.
അപ്പോ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ, അതായത് ഇന്റർഫെറൻസിൽ നമുക്ക് എത്ര സോഴ്സ് ഉണ്ടായിരുന്നു? കൊഹിയറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എത്ര സോഴ്സ് ഉണ്ട്? 2 സോഴ്സ് ഉണ്ട്. പക്ഷേ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഡയഫ്രാക്ഷനിൽ എത്ര സോഴ്സ് വരുന്നുള്ളൂ? 1 സോഴ്സേ വരുന്നുള്ളൂ. അപ്പൊ അതിനെ ബേസ് ചെയ്താ പറയാൻ പോകുന്നത് ഒരൊറ്റ സോഴ്സ്. ഈ സോഴ്സിൽ നിന്ന് നമ്മൾ വെച്ച സ്ക്രീൻ, ഇതാണ് നമ്മൾ സ്ക്രീൻ എന്ന് വിചാരിക്കുക. സ്ക്രീനിൽ ഒരൊറ്റ സ്ലിറ്റേ ഉള്ളൂ. ഇതിൽ കൂടെ ലൈറ്റ് വരുന്നു, വേവ് വരുന്നു, ഇവിടെ നമുക്കൊരു പാറ്റേൺ കിട്ടും. ഓക്കെ, ആ പാറ്റേൺ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? പാറ്റേണിന്റെ പ്രത്യേകത എന്താ? സെന്ററിൽ മാത്രം മാക്സിമം, ബാക്കിയെല്ലാം ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സെന്ററിൽ. ഞാൻ വരച്ചപ്പോ എക്സാക്ട് സെന്ററിലല്ല, കറക്റ്റ് ആയിട്ട് വരക്കണം കേട്ടോ. സെന്ററിൽ, ഏറ്റവും സെന്ററിൽ മാക്സിമം വരും. ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ സെന്ററിൽ നിന്ന് നോക്കുമ്പോൾ ഇന്റൻസിറ്റി കുറഞ്ഞാണ് പോകുന്നത്. കണ്ട, ഇന്റൻസിറ്റി കുറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, ഇന്റൻസിറ്റി കുറഞ്ഞു പോകുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? സംഭവം മനസ്സിലായ? ഇന്റൻസിറ്റി കുറഞ്ഞു പോകുന്നു. ഇന്റർഫെറൻസ് ഓൾ ദ ബ്രൈറ്റ് ബാൻഡും പിന്നെ ഡാർക്ക് ബാൻഡും എന്തായിരുന്നു? സെയിം ഇന്റൻസിറ്റിയിൽ വരുന്നു. ആ ഫിഗർ കറക്റ്റ് ആയിട്ട് വരക്കണം കേട്ടോ. ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഫിഗറും വരക്കുമെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് കുറക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കരുത്. ഓക്കെ, അതായത് ഇപ്പൊ 2 മാർക്കിന് ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമെങ്കിൽ അവർക്ക് മാർക്ക് കുറക്കാൻ തോന്നില്ല. അതായത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫിഗറും കൂടി ഉണ്ടെങ്കിൽ കുറക്കാൻ തോന്നില്ല. അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ എഴുതാൻ. സിമ്പിൾ ആണ്, ജസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇക്വേഷനും കൂടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് റഫ് ആയിട്ടൊന്ന് വരച്ചു വെച്ച്, ഇതിൽ നമുക്ക് തിയറി ഒന്നും ജസ്റ്റ് ഞാൻ ഡെറിവേഷൻ ഒന്നും ചെയ്തു പോകുന്നില്ല. ഇക്വേഷനിലേക്ക് തന്നെ നമുക്ക് എത്താം. ഫസ്റ്റ് ഒരു സോഴ്സിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമുക്ക് പാറ്റേൺ കിട്ടുന്നു. ദേവ, നീ എന്ന് സംസാരിച്ചു, അവനെ കൂടി ബഹളം നിർത്തിക്കല്ലേ. എന്നാ ആൽവിന് എന്താണ് സന്തോഷം? ഭയങ്കര സന്തോഷമാണല്ലോ. ദേവേ, നീ എല്ലാരെയും തിരിഞ്ഞു നോക്കല്ലേ. നീ ഒരു സ്ഥലത്തിരിക്കി. നീ എഴുതുന്നുണ്ടോ? നീ പോണേന് മുമ്പ് നീ ഇന്ന് എഴുതിയതല്ല എന്നെ കാണിച്ചിട്ട് വേണം കേട്ടാ പോവാൻ. അല്ലെങ്കിൽ കൃത്തിക്കിനെ മാറ്റിയിരുന്നു ഇനി അടുത്ത ക്ലാസ് തൊട്ട്. നീ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഫിഗർ വരച്ചില്ലേ? ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. നമ്മൾ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഏതായിരുന്നു ചെയ്തത്? ഫസ്റ്റ് വൺ നമ്മൾ എഴുതിയില്ലേ? S2p മൈനസ് S1p ഈക്വൽ ടു XD ബൈ D ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്, ഇക്വേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡിക്ക് പകരം വരുന്നത് A ആണ്. ഓക്കെ, ഡിഫറൻസ് നോക്കണേ. ഡിക്ക് പകരം A ആണ് വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ മാക്സിമയുടെ കണ്ടീഷൻ. മാക്സിമ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലെ മാക്സിമയുടെ കണ്ടീഷൻ ഏതായിരുന്നു? മാക്സിമ ഈക്വൽ ടു പറിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി n ലാംഡ. പക്ഷെ ശ്രദ്ധിക്കുക, അവിടുത്തെ മിനിമയാണ് ഇവിടുത്തെ മാക്സിമ ആയിട്ട് വരുന്നത്. അവിടുത്തെ മിനിമ എന്തായിരുന്നു? 2n മൈനസ് 1 ലാംഡ ബൈ 2. ഓക്കെ, സോറി, 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി വരും. ഓക്കെ, അപ്പൊ മാക്സിമ അവിടുത്തെ മിനിമ ആയിരുന്നു ഇവിടുത്തെ മാക്സിമ ആയിട്ട് വരുന്നത്. അവിടുത്തെ മാക്സിമ ആയിരിക്കും ഇവിടെ മിനിമ ആയിട്ട് വരുന്നത്. അത്രയും ഡിഫറൻസേ ഉള്ളൂ. സോ XD ബൈ A ഈക്വൽ ടു 2n മൈനസ് 1 ലാംഡ ബൈ 2. ഇവിടെ നിന്ന് നമുക്ക് x ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2n മൈനസ് 1 ലാംഡ A ഡിവൈഡഡ് ബൈ 2D. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റേതും കൂടെ ഒന്ന് ചെയ്തേ. ഇവിടുത്തെ മിനിമം ഒന്ന് എഴുതിക്കേ. മിനിമ ഈക്വൽ ടു അവിടുത്തെ മാക്സിമം ആയിരിക്കും. ഇപ്പൊ എഴുതിക്കേ. തിരിഞ്ഞു പോയാ സോറി. അല്ല, കറക്റ്റ് ആയിരുന്നാ? മിനിമം എഴുതിക്കും. 2D ബൈ D. ഒരു മിനിറ്റ്, ഇതൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്.
ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഇപ്പോൾ വരാം. ഏതാ എന്റെ സ്ഥലം മാറിയ? ശരിയാവൂലല്ലോ. ഒരു സെക്കൻഡ് എഴുതല്ല കേട്ടോ, ഒരു സെക്കൻഡ്. എക്സ് ഡി ബൈ ഡി തിരിഞ്ഞുപോയി. എക്സ് എ ബൈ ഡി ആയിരുന്നു വരേണ്ടതാ. സ്ലിറ്റ് വിട്ട്, ആ സ്ലിറ്റിന്റെ വിട്ടാണ് എ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതെ, ഇവിടെ ഒന്ന് തിരിഞ്ഞു പോയായിരുന്നു. മുകളിലായിരുന്നു. നമ്മള് മറ്റേതിൽ എഴുതിയത് എക്സ് ഡി ബൈ ഡി എന്നല്ല എഴുതിയത്. എക്സ് ഡി ബൈ ഡി ഈക്വൽ ടു 2n - 1 ലാംഡ ബൈ 2. അപ്പൊ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2n - 1 ലാംഡ ഡി ബൈ 2d. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതിയത്? ഞാൻ എഴുതിയത് തിരിഞ്ഞു പോയതാ. പിന്നെ ആരും ശ്രദ്ധിച്ചില്ല, പറഞ്ഞില്ല. അപ്പൊ കുഴപ്പമില്ല. അല്ല, ഈ ഇക്വേഷൻ തെറ്റിയത് പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? നമ്മൾ ഇവിടെ കഴിഞ്ഞതിൽ എഴുതിയത് എക്സ് ഡി ബൈ ഡി എന്നല്ലേ എഴുതിയത്. ഞാൻ എഴുതിയത് തിരിഞ്ഞു പോയതാ. ഡിയുടെ പ്ലേസിൽ ഇവിടെ എ വരുന്നേ വ്യത്യാസമുള്ളൂ. മനസ്സിലായ? ഈ ഇക്വേഷൻ മനസ്സിലായില്ലേ? നമ്മൾ മറ്റേ S2p - S1p ഈക്വൽ ടു എക്സ് ഡി ബൈ ഡി എന്ന് എഴുതി. ആ, എയും ഡിയും അല്ല, ഞാൻ എഴുതിയത് തിരിഞ്ഞുപോയി. അതായിരുന്നോ പറഞ്ഞത്? സോറി, ഞാൻ ശ്രദ്ധിച്ചട്ടാ, സോറി. ഓക്കെ, ഞാൻ ഇവിടെ നോക്കിയത്. ഇനി അടുത്തത് മറ്റേത് എഴുതിക്കോ അതുപോലെ തന്നെ. ആ, ഓക്കെ, ഇതിൽ നമുക്കപ്പോ മാക്സിമയുടെ മിനിമയുടെ ഇക്വേഷൻസ് നോക്കി വെച്ചേക്കണേ. മാക്സിമയുടെ മിനിമയുടെ ഇക്വേഷൻസ് കിട്ടി. അഭിരാമാണോ? ഓക്കെ, ഇത്ര എഴുതിയില്ലേ? ഓക്കെ ആയില്ലേ? ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നത് മനസ്സിലായില്ല. ഞാൻ എഴുതിയത് തിരിഞ്ഞു പോയതാണ്. ഡിയും എയും തിരിഞ്ഞു പോയതാ. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഈ ഇക്വേഷൻ രണ്ടും വേണം. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്താന്ന് മനസ്സിലായല്ല? അഭിരാം, അഭിരാം, നീ പുറത്തുപോയി വിളിച്ചിട്ട് വന്നാൽ മതി. ഫോൺ വന്നാൽ പുറത്തേക്ക് പോകാൻ പാടില്ലേ? ശ്രദ്ധിച്ചേ. ഓക്കെ, അപ്പൊ ഡിഫറൻസ് മനസ്സിലായല്ലോ? എക്സ്പെരിമെന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെക്കുക. ഇവിടെ തൊട്ട് നമ്മൾ പഠിച്ചാൽ മതി. മറ്റേ എക്സ്പെരിമെന്റിൽ ഇവിടെ എന്തായിരുന്നു? എക്സ് ഡി ബൈ ഡി ആയിരുന്നു. ആ എക്സ് ഡി ബൈ ഡി ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമയുടെ മിനിമയുടെ കണ്ടീഷൻസ് ഇക്വേറ്റ് ചെയ്യാം. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? എക്സ് ഡി ബൈ ഡി ഈക്വൽ ടു മാക്സിമത്തിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? മാക്സിമം എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? എൻ ലാംഡ. പക്ഷെ ഇവിടെ എക്സ് എ, ഡിയുടെ പ്ലേസിൽ എ വരും. എക്സ് എ ഡി ഈസ് ഈക്വൽ ടു 2n - 1 ലാംഡ ബൈ 2. ഇത് ഏതായിരുന്നു? ഡബിൾ സ്ലിറ്റ്, ഇത് സിംഗിൾ സ്ലിറ്റ്. ഇത് എക്സ്പെരിമെന്റ് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയാൽ മാത്രം മതി. മാക്സിമം മിനിമം ഒന്ന് തിരിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെന്റ് ഓക്കെ. ഇനി ആ ഗ്രാഫ് കൂടെ ഒന്ന് വരച്ചു വെച്ചോ. മറ്റേതിന്റെ ഇന്റൻസിറ്റി എല്ലാം സെയിം ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ കേസിൽ ഇന്റൻസിറ്റി എന്താണ്? സെന്ററിൽ മാത്രമായിരിക്കും എന്തുണ്ടാവുന്നത്? മാക്സിമം. ബാക്കിയെല്ലാം മിനിമം ആയിരിക്കും. എ എന്താന്ന് എഴുതി വെച്ചോട്ടെ. എ സ്ലിറ്റ് വിട്ട്, സ്ലിറ്റ് വിട്ട്. ഓക്കെ, പൈ പൈ.
ആ മെറ്റീരിയലിൽ ഫിഗർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ച് വെച്ചാൽ മതി. സെന്ററിൽ മാക്സിമം കാണിക്കുക. ബാക്കി നോക്കിക്കേ, ഇന്റൻസിറ്റി നോക്കിക്കേ, ശ്രദ്ധിച്ചേ. സെന്ററിൽ മാക്സിമം ഇന്റൻസിറ്റി ആയിരുന്നു. സെന്ററിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ കുറഞ്ഞാണ് പോകുന്നത് ഇന്റൻസിറ്റി. ഇവിടെയും കുറഞ്ഞാണ് ഇന്റൻസിറ്റി പോകുന്നത്. അത് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ച് വെച്ചോ. സെന്ററിൽ മാക്സിമം. ദേവ കൃതിക്ക് അടുത്ത ക്ലാസ്സിൽ ഇവിടെ ഉണ്ടാവണം കേട്ടാ. ഉണ്ട്. ആണോ? അഭിരാം, ഞാൻ ഒന്ന് തീർത്തോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻസ് ഒന്ന് എഴുതാം. ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് എഴുതി പോകാം. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആൻഡ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അപ്പൊ ഡബിൾ സ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഏതിനെ ബേസ് ചെയ്തായിരിക്കുന്നത്? ഏത് ഫിനോമിനൻ ആണ് അവിടെ വരുന്നത്? ഇന്റർഫെറൻസ്. സിംഗിൾ സ്ലിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഡയഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് എഴുതിക്കോ. 2 ബോക്സ് ആയിട്ട് എഴുതിക്കോ. കോളം. Okay. First one, double slit experiment. Here 2 source is used. Here 2 source is used. 2 source is used. ഇനി സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ എത്ര സോഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള? അപ്പൊ സിംഗിൾ സോഴ്സ് is used. ഇനി സിംഗിൾ സ്ലിറ്റ് ഡബിൾ സ്ലിറ്റിൽ നമ്മൾ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെയും അതായത് ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഒക്കെ വിട്ട് എങ്ങനെയായിരുന്നു? ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ വിട്ട് എന്തായിരുന്നു? നമ്മൾ ചെയ്തു നോക്കിയതല്ലേ വിട്ട്? സെയിം ആയിരുന്നില്ലേ വിട്ട്? ഓക്കെ, അപ്പൊ അത് എഴുതിക്കോ. ഓൾ ദ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ച്. ഡബിൾ. ഓൾ ദ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് are of equal width. ഏത് ഇത്? ഇത് പാത്ത് ഡിഫറൻസ് അല്ലേ നമ്മൾ എടുത്തത്. പിന്നെ മാക്സിമം കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതല്ലേ, എന്നിട്ടല്ലേ നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. ഏത്? ഡെൽറ്റ വെച്ചിട്ട് നോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, എവിടെ വരെ എഴുതി? ഇനി മറ്റേതിന്റെ കേസിൽ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് വൺ ഡബിൾ സ്ലിറ്റിലും വിട്ട് എല്ലാം സെയിം ആയിരുന്നു. നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് എല്ലാ ആൻസർ സെയിം തന്നെയല്ലേ കിട്ടിയത്. ബീറ്റ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് സെയിം കിട്ടി. ഇനി മറ്റേതിൽ എങ്ങനെയായിരുന്നു? വിട്ട് എങ്ങനെയാ? ഗ്രാഫിന്റെ വിട്ട് എങ്ങനെയാ വന്നിരിക്കുന്നത്? സെന്ററിൽ മാക്സിമം, ബാക്കിയെല്ലാം ഡിക്രീസ് ചെയ്താ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എഴുതിക്കോ, ദ വിഡ്ത്ത് ഓഫ് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്. The width of central bright fringe is twice the width of any secondary maxima. ഇനി ഇന്റൻസിറ്റി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് വണ്ണിൽ ഇന്റൻസിറ്റി എങ്ങനെയായിരുന്നു? അപ്പൊ അടുത്ത പോയിന്റ് എഴുതിക്കോ. ഓൾ ദ ബ്രൈറ്റ് ഫ്രിഞ്ച് ആർ ഓഫ് സെയിം ഇന്റൻസിറ്റി. ഡബിൾ. ഇനി ഇവിടെ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ കേസിൽ നമ്മൾ നോക്കിയപ്പോ ഇന്റൻസിറ്റി എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? കുറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ എഴുതിക്കോ, സിംഗിളിൽ എഴുതിക്കോ. ബ്രൈറ്റിൽ ഡബിളിൽ എഴുതിക്കേണ്ട എഴുതിയാൽ മതി. ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച്, സിംഗിളിലെ ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഡിക്രീസസ് as we move away from the intensity of bright fringe decreases as we move away from the central bright fringe. സിംഗിൾ സ്ലിറ്റ് ഇല്ല. സിംഗിൾ സ്ലിറ്റ് നമ്മൾ പഠിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? എക്സ്പെരിമെന്റ് പഠിക്കണ്ട,
എന്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത്? ഡയഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സിംഗിൾ സ്ലിറ്റ് വേണം. അപ്പൊ ഡയഫ്രാക്ഷന്റെ ഡിഫറൻസ് പറയുമ്പോൾ ഡയഫ്രാക്ഷൻ നമ്മൾ പറയുന്ന ആ എക്സ്പെരിമെന്റ് വഴി, അതല്ല ഞാനത് തിയറി ആയിട്ട് പറഞ്ഞില്ലല്ലോ, ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോക്കുക. പിന്നെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ സ്ലിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ സ്ലിറ്റ് പറയണം. ഡിക്രീസസ് ആസ് വി മൂവ് അവേ ഫ്രം ദ സെന്റർ. ഡബിളിന്റെത് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ മാക്സിമ, ഫസ്റ്റ് മാക്സിമ എന്തായിരുന്നു? മാക്സിമയുടെ ഇക്വേഷൻ എന്തായിരുന്നു ഡബിൾ സ്ലിറ്റില്? n ലാംഡ d ബൈ d. ഓക്കെ, ഇനി നമ്മൾ n-ന് 1 കൊടുക്കുമ്പോ എന്താ നമുക്ക് കിട്ടിയത്? ലാംഡ d ബൈ d മാക്സിമ, ഫസ്റ്റ് മാക്സിമ. ഇനി സിംഗിളില് ഫസ്റ്റ് മാക്സിമ എന്തായിരുന്നു? ഫസ്റ്റ് മാക്സിമ ഈക്വൽ ടു 2n minus 1 ലാംഡ d ബൈ 2a. ദാറ്റ് ഈസ് n-ന് 1 കൊടുക്കുമ്പോ എന്ത് വരും? 2 minus 1 ലാംഡ d ബൈ 2a. ഇത് എഴുതിക്കോ, പോയിന്റും കൂടെ എഴുതിക്കോ. ഫസ്റ്റ് മാക്സിമം വേണമെങ്കിൽ അടുത്ത പോയിന്റ് ആയിട്ട് മിനിമം കൂടെ എഴുതി വെച്ചോ. മിനിമയുടെ ഇക്വേഷൻ അറിയാലോ, ജസ്റ്റ് നോക്കിയാൽ മതി. മിനിമം എന്തായിരിക്കും വരുന്നത് നോക്കുക, n-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1 എല്ലാം ചെയ്തത് അത് തന്നെ, ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. വേഗം എഴുതിക്കോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്റർ തീരും. പിന്നെ ഇല്ല, നിങ്ങൾക്ക് ബ്രൂസ്റ്റേഴ്സ് ആംഗിളും മാലൂസ് ലോയും ഉണ്ടോ? ഇല്ല, പോളറൈസേഷൻ മാത്രമേ ഉള്ളൂ ഇനിയപ്പോ? ആണോ? അല്ല, മാലൂസ് ലോ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതാ ഞാൻ. അപ്പൊ ഇത് പഠിപ്പിക്കുമ്പോ അത് ജസ്റ്റ് പഠിപ്പിക്കണം. അല്ല, ബ്രൂസ്റ്റേഴ്സ് ആംഗിളും മാലൂസ് ലോയും ഉള്ളതായിരുന്നു. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കണ്ടന്റ് പറഞ്ഞുതരാം, എഴുതിയൊന്നും വേണ്ട, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. അതിലെഴുതി മെറ്റീരിയലിൽ ഉണ്ടെന്ന് തോന്നുന്നു, മാലൂസ് ലോയും ബ്രൂസ്റ്റേഴ്സ് ആംഗിളും കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ പഴയ സിലബസിൽ ഉണ്ടായിരുന്നതാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും സിലബസ് ഒന്നും ഇല്ല, ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതൊക്കെ എപ്പോഴും ചോദിക്കണ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടുണ്ടാവും. വേവ് ഒപ്റ്റിക്സ് ചോദിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഡെറിവേഷൻ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് രണ്ടും ചോദിക്കും. പിന്നെ ചോദിക്കണത് മാലൂസ് അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് എന്താണ്, ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ്, ഒരെണ്ണം ഉണ്ടാവും എപ്പോഴും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോ കുറെ പഴയത് നോക്കിയിട്ടും കാര്യമില്ല. പഴയ തിയറി ആയിരിക്കും, അത് നമുക്കില്ല. ഇപ്പൊ ജസ്റ്റ് പോളറൈസേഷൻ കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അടുത്തത് പോളറൈസേഷൻ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച, ഇതൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ തീരും. പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന് പറയുമ്പോ ഈ പോളറൈസേഷൻ, അഖിലേ സൗണ്ട് വർക്ക്. പോളറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈറ്റിനെ നമ്മൾ പോളറൈസ്ഡ് ആക്കി മാറ്റും. അപ്പൊ അൺപോളറൈസ്ഡ് എന്താണെന്ന് ചോദിക്കും. അൺപോളറൈസ്ഡ് എന്താണെന്ന് അറിയോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് പോളറൈസേഷൻ പ്രോസസ് ജസ്റ്റ് ഇത്രയും. വാട്ട് ഈസ് പോളറൈസേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രേ ഉള്ളൂ. അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെ പോളറൈസ്ഡ് ആക്കി മാറ്റുന്നു. ആ ഒരു ഫിനോമിനൻ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പോളറൈസേഷൻ എന്ന് പറയാം. ഇനി അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ആക്കി മാറ്റുന്നതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പോളറൈസേഷൻ എന്ന് പറഞ്ഞത്. അൺപോളറൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അല്ലെ? അപ്പൊ അതിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പിന്നെ പ്രൊപ്പഗേഷൻ, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ഇതെല്ലാം എങ്ങനെയായിരിക്കുന്നത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് നമ്മൾ EM വേവ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യും അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ കേസിൽ. പക്ഷേ പോളറൈസ്ഡ് ലൈറ്റിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യില്ല, ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ലൈറ്റിനെ നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് മാറ്റും. അപ്പോൾ ഈ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിന്, അൺപോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ? ലൈറ്റ് എന്ന് പറയുമ്പോൾ EM വേവ് ആണ്. അപ്പോൾ
ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ട്. ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. പക്ഷേ ഇതിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനും, ഇലക്ട്രിക് ഫീൽഡിന് ഏതൊക്കെ ഡയറക്ഷൻ പോസിബിൾ ആവുന്നു ആ ഡയറക്ഷനിലൊക്കെ ഇത് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനത്തെ ലൈറ്റ് ആണ് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതൊരു സോഴ്സ് ആണെങ്കിൽ ഇതിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യും. ഏതൊക്കെ ഡയറക്ഷനിലേക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യും. അതിനെ നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. ഇനി പോളറൈസ്ഡ് ലൈറ്റിന്റെ കേസിൽ പറയാനാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈഡിലേക്ക് മാത്രം, നോക്കിക്കേ, ഒരു പർട്ടിക്കുലർ പ്ലെയിനിലേക്ക് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എല്ലാ ഡയറക്ഷനിലേക്കും പോകാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ കേസ് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് മാത്രം മതി. ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പോസിബിൾ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ അതിനെ പോളറൈസ്ഡ് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ XY പ്ലെയിനിൽ മാത്രം, ഒരു പ്ലെയിനിൽ മാത്രമാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ പോളറൈസ്ഡ് ലൈറ്റ് എന്നും പറയും. അപ്പൊ ഈ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ്, അൺപോളറൈസ്ഡ് എന്താണെന്ന് മനസ്സിലായില്ല, എല്ലാ ഫീൽഡിലും വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആ ഒരു ലൈറ്റിനെ പോളറൈസ്ഡ് ആക്കി മാറ്റുന്ന ഒരു ഫിനോമിനൻ നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് പോളറൈസേഷൻ. ഇത് നമ്മളൊരു പോളറൈസർ, ഒരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഡിവൈസിൽ കൂടെ നമ്മൾ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെ നമ്മൾ കടത്തിവിടും. കടത്തിവിട്ട് കഴിയുമ്പോൾ നമുക്ക് പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. മനസ്സിലായില്ല? ഡിഫറൻസ് മനസ്സിലായില്ല? ജസ്റ്റ് ആ ഡിഫറൻസ് ഒന്ന് എഴുതിക്കോ. അൺപോളറൈസ്ഡ് ലൈറ്റ് എഴുതിക്കോ. അൺപോളറൈസ്ഡ് ലൈറ്റ് പോളറൈസ് ആക്കുന്ന പ്രോസസ് ആണ്. അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ മാലൂസ് ലോ എന്ന് പറഞ്ഞ ലോ ഇല്ലേ, അതിൽ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇത് കറക്റ്റ് എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത് എന്നാ പറയുന്നത്. നിങ്ങൾക്ക് അത് ഡെലീറ്റഡ് ആണ്, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞു തരാൻ, കുഴപ്പമില്ല, കേട്ടിരുന്നാ മതി, എഴുതൊന്നും വേണ്ട. ലോഞ്ചിറ്റ്യൂഡിനലും ഏത് അൺപോളറൈസ്ഡ് വേവ് ഏത് ടൈപ്പ് ആയിരിക്കും എന്നാ? വേവ് ഏതും ആയിക്കോട്ടെ, ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലടാ, വേവ് ഇപ്പൊ ഏതോ ടൈപ്പ് വേവ് ആയാലും കുഴപ്പമില്ല, ഇലക്ട്രിക് ഫീൽഡാ. എല്ലാ വേവിനും ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യും. ഇപ്പൊ ലൈറ്റ് വേവ് എന്ന് പറയുമ്പോൾ അത് ഏത് വേവ് ആയിരിക്കും? അപ്പൊ ട്രാൻസ്വേഴ്സ് വേവ്. അതിന്റെ കേസിൽ പറയാനാണെങ്കിലാ, അതിന്റെ കേസിൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ കേസിൽ വെച്ച് ഞാൻ പറയാനാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ലൈറ്റ് വേവിന്റെ കേസിലാ പറഞ്ഞത്. ലൈറ്റ് വേവ് നമ്മളിപ്പോ വേവ് ഒപ്റ്റിക്സ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ലൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലൈറ്റിന്റെ കേസിൽ പറയാനാണെങ്കിൽ അതൊരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ആ ടൈപ്പ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവില് അതിൽ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നു എല്ലാ ഡയറക്ഷനിലും. ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, നിർത്തിക്ക്, എഴുതിക്ക്. A light in which, എഴുതിക്കോ, a light in which, unpolarized light, a light in which electric field vibrate in all direction, electric field vibrate in all direction perpendicular to the direction of propagation. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും, പക്ഷെ എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. A light in which electric field vibrate in all direction perpendicular to the direction of propagation, perpendicular to the direction of propagation is called unpolarized light. Is called propagation of wave, അല്ലെങ്കിൽ propagation of light is called unpolarized light. ഓക്കെ, ഇനി അൺപോളറൈസ്ഡ് തന്നെ നമുക്ക് ഇങ്ങനെയും വരക്കാം, അതല്ലാതെ നിങ്ങൾ നോക്കി ചിലപ്പോൾ ടെക്സ്റ്റിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ച്, ഇതുപോലെ തന്നെ നമുക്ക് വരക്കാം, അല്ലാതെ വേണമെങ്കിൽ നമുക്ക് അൺപോളറൈസ്ഡ് ലൈറ്റ് ശ്രദ്ധിച്ചേ, അവിടെ നോക്കണ്ട, ശ്രദ്ധിച്ചോ, അൺപോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് ഇതേ രീതിയിൽ തന്നെ വരക്കാം, പക്ഷെ ഇവിടെ ഒരു ഡോട്ടും കൂടി ഇട്ട് നമുക്ക് വരക്കാം. ഓക്കെ, ഡോട്ട് ഉള്ളത് അൺപോളറൈസ്ഡ് ആണ്, ഡോട്ട് ഇല്ലാത്തത് പോളറൈസ്ഡ് ആണ്. ഈ ഫിഗറിന് പകരം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫിഗർ ആണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിലായി ഞാൻ ഇത് പറഞ്ഞു തന്നത്. ഒരു പോയിന്റിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യുന്നു. ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഫിഗർ ആണെന്ന് വിചാരിക്കുക. കോമൺ പോയിന്റ് അല്ലടാ, ഇത് എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മീൻ ചെയ്യുക. ഓക്കെ, ഇത് കണ്ടോ, ഇതിപ്പോ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മീൻ ചെയ്യുന്നു. അപ്പൊ ഈ ഡോട്ട് ഇട്ടത് ഉദ്ദേശിക്കുന്നത് അൺപോളറൈസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ്. ഇങ്ങനെയും നമുക്ക് വരക്കാം. അപ്പൊ ഈ രണ്ട് ഫിഗറും ഒന്ന് അൺപോളറൈസ്ഡിന്റെ കേസിൽ വരച്ചു വെച്ചോ. ഇത് മനസ്സിലാകാൻ വരച്ചതാ, ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, എന്നാൽ ഈ ഡോട്ടുള്ള കേസ് കൂടെ വരച്ചു വെച്ചു. അൺപോളറൈസ്ഡ്.
പ്രാക്ടിക്കൽ ഡിഫറൻസ് ഇപ്പൊ പറയാനാണെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല അതിനെപ്പറ്റി. നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി. ഏത്? അല്ല ഞാൻ ചോദിക്കട്ടെ, പോളറോയിഡ്സ് പഠിക്കാനുണ്ടോ? പോളറോയിഡ്സ് അതും ഡിലീറ്റഡ് ആണോ? ഡിലീറ്റഡ് ആണ്. അയ്യോ ഞാൻ ഓർത്തെ, ഞാനില്ലേ ഇത് ഞാൻ ടെക്സ്റ്റിൽ വായിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഓർത്തേ ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ചിലപ്പോ മറ്റേ പോളറോയിഡും കൊണ്ട് പറഞ്ഞു വരുമായിരിക്കും എന്ന് ഓർത്ത്. മറ്റേ ഫോട്ടോ പോളറോയിഡ് അല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും മണ്ടത്തരമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വരുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇങ്ങനത്തെ ഡൗട്ട് ഇനി ആർക്കെങ്കിലും ഉണ്ടാവുന്നു? ഭാഗ്യം ഞാൻ ചോദിച്ചു. ഞാൻ ചിന്തിച്ചു ഇങ്ങനെ ഒന്നും ആരും പറഞ്ഞു വരില്ല, ഇതിനായിട്ട് നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമോ പോളറോയിഡ്സ്? അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചല്ലോ. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും കണക്ഷൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇനി ജസ്റ്റ് ഇത്ര നമുക്ക് പറയാനുള്ളൂ. ഇനി അൺപോളറൈസ്ഡ് അല്ലേ, പോളറൈസ്ഡും കൂടി എഴുതിക്കോ. എ ലൈറ്റ് ഇൻ വിച്ച് electric field vibrate in just one direction. Electric field vibrate in just one direction perpendicular to the direction of propagation. Perpendicular to the direction of propagation. Perpendicular to the direction of propagation is called polarized light. ഈ ഫിഗർ ഒന്ന് വരച്ചു വെച്ചോട്ടാ. പോളറൈസ്ഡ് വരച്ചു വെച്ചു. propagation is called polarized light. ഈ ഫിഗർ ഒന്ന് വരച്ചു വെച്ചോ. നമുക്ക് ചാപ്റ്റർ കഴിഞ്ഞ എന്നാലും മാലൂസ് ലോ ഒന്ന് പറഞ്ഞോട്ടെ. ജസ്റ്റ് ലോ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഈ ഇത് പഠിച്ചപ്പോ പോളറൈസേഷൻ പഠിച്ചപ്പോ നമ്മൾ എന്തിനാ പഠിക്കേണ്ടതെന്ന് നോക്കണ്ടേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിച്ചാൽ മതി.